ഇനി കടകംപള്ളി സുരേന്ദ്രനിൽ നിന്ന് ആരിലേക്കാണ് പോകുന്നതെന്നുള്ളത് എനിക്കറിയാൻ വയ്യ. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇതിനകത്ത് വലിയ ചങ്ങല കണ്ണികളുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ണികളുണ്ട്. ആ കണ്ണികളിലേക്ക് കടക്കുക തന്നെ ദുഷ്കരവും ദുസ്സാധ്യവുമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതൊരു ADGPയുടെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത്. ഈ ADGP എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ്. ഈ ADGPയെ ടാർഗറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് മുഖ്യമന്ത്രിക്ക് കഴിയും. നമ്മളത് കണ്ടിട്ടുള്ളതാണ്, മുഖ്യമന്ത്രി അത് തെളിയിച്ചിട്ടുള്ളതുമാണ്. യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിൽ പാവപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ എത്ര പോലീസ് ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വന്നു, എത്ര കോടതികൾ കയറിയിറങ്ങേണ്ടി വന്നു. അവസാനം ക്യാറ്റിൽ പോയിട്ടാണ് അദ്ദേഹത്തിന് നീതി കിട്ടിയത്. ക്യാറ്റ് പറഞ്ഞിട്ടും, അതായത് കോടതി പറഞ്ഞിട്ടും, ക്യാറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അവിടെ പോയിട്ട് നീതി കിട്ടിയിട്ടും ആ നീതി കൊടുക്കാൻ വളരെ താമസിച്ചു. ദൈവം കനിഞ്ഞിട്ടും പൂജാരി കനിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹത്തെ ഇട്ട് ടോർച്ചർ ചെയ്തു. ടോർച്ചർ തന്നെയായിരുന്നു അത്. ഒരു IAS ഉദ്യോഗസ്ഥനെ ടോർച്ചർ ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്രമാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ADGP എന്ന് പറയുന്നത് ഒരു ചെറിയ മീനാണ്, ഒരു നത്തോലിയാണ് പോലീസിൻ്റെ ശൃംഖലയിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.